ശാന്തി ശാന്തി. 2008-2009 അധ്യയന വർഷം മഹാനായ ആർ ശങ്കറിൻ്റെ ജന്മശതാബ്ദി വർഷമായിട്ട് സംസ്ഥാനത്തൊട്ടാകെ ആചരിച്ചു വരികയാണ്. അതിൻ്റെ ഭാഗമായി ചെങ്ങന്നൂർ ശ്രീനാരായണ കോളേജ് മഹാനായ ആർ ശങ്കറിനെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കുകയാണ്. ഈ കോളേജിൻ്റെ സ്ഥാപക മാനേജർ കൂടിയാണ് ശ്രീ ആർ ശങ്കർ. ഈ കോളേജിലെ മുഴുവൻ അധ്യാപകരുടെയും വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പരിപൂർണമായ സഹായത്തോടും സഹകരണത്തോടും കൂടിയാണ് ഈ ചിത്രം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ നാരായണമൂർത്തേ പരമാചാര്യ നമസ്തേ. യുഗപ്രഭാവനായ ശ്രീനാരായണ ഗുരുദേവന്റെ ആത്മീയവും ഭൗതികവുമായ ദർശനങ്ങളെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നതിന് സ്വജീവിതം തന്നെ മാതൃകയാക്കിയ ത്യാഗോജ്വലനായ കർമ്മയോഗിയായിരുന്നു മഹാനായ ആർ ശങ്കർ. വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക എന്ന ഗുരുദേവ സൂക്തം അക്ഷരാർത്ഥത്തിൽ പ്രാബല്യത്തിൽ വരുത്തിയ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഈഴവരാതി പിന്നോക്ക വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ നവോത്ഥാന പ്രവർത്തനങ്ങളിലൂടെ അധസ്ഥിതരുടെ അകക്കണ്ണ് തുറപ്പിച്ച് സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങൾ തുറന്നുകാട്ടി പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വർഗത്തെ സമൂഹത്തിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവന്ന് അവരുടെ അവകാശ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ധീരനായ പടത്തലവനായിരുന്നു അദ്ദേഹം. സ്വന്തം പാർട്ടിയിൽ നിന്നും സ്വന്തം സമുദായത്തിൽ നിന്നും ഇങ്ങനെ ഏറെ വിവാദ നായകനായി നിന്നുകൊണ്ട് തൻ്റെ ഇടത്തോടുകൂടി നല്ല 90 ഡിഗ്രിയിൽ നിന്നുകൊണ്ട് അജാനുബാഹുവായി നിന്ന് പ്രവർത്തിച്ച ഒരു കരുത്തനായ രാഷ്ട്രീയ നേതാവ്, സമുദായ നേതാവ്, അതോടൊപ്പം തന്നെ നല്ലൊരു ഭരണകർത്താവ്, നല്ലൊരു അധ്യാപകൻ, നല്ലൊരു ലീഡർ എന്ന നിലയിലെല്ലാം കേരളം അറിയപ്പെടുന്ന പ്രഗത്ഭനായ ഒരു ഭരണാധികാരിയായിരുന്നു മഹാനായ ആർ ശങ്കർ. കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭന്മാരായ മുഖ്യമന്ത്രിമാരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളായിരുന്നു മഹാനായ ആർ ശങ്കർ. മുഖ്യമന്ത്രി എന്ന നിലയിലും വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കാലഘട്ടത്തിൽ കേരളത്തിൽ ഉണ്ടായ പുരോഗതി ഇന്ന് പരക്കെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം ജനകീയമാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയത് അദ്ദേഹമാണ്. ഗുരുദേവൻ്റെ തത്വത്തിനും അതുപോലെ തന്നെ ഗാന്ധിയൻ തത്വങ്ങളിലും
അധിഷ്ഠിതമായ ജീവിതമാണ് അച്ഛനുണ്ടായിരുന്നത് എന്നുള്ളത് ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ എൻ്റെ കാലഘട്ടം മുഴുവൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് എനിക്ക് നല്ലതുപോലെ അറിയാവുന്നതാണ്. ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ജീവിതത്തിൽ അഡോപ്റ്റ് ചെയ്യാനായിട്ടും രാജ്യത്തോടുള്ള സ്നേഹവും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് കർത്തവ്യം എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ നന്മയാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിൽ അടിച്ചേൽപ്പിച്ച അച്ഛൻ്റെ ഓരോ ദിവസമുള്ള സംസാരത്തിൽ നിന്ന് തന്നെയാണ്. കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ കുഴിക്കൽ ഇടവകയിൽ താഴത്തുമുറിയിൽ വിളയിൽ വീട്ടിൽ രാമൻ കുഞ്ഞുകാളി ദമ്പതികളുടെ 8 മക്കളിൽ 5ാമത്തെ മകനായി 1909 ഏപ്രിൽ മാസം 30-ാം തീയതി പൂജാതനായി. ഒരു സാധാരണ നെയ്ത്തുകാരൻ്റെ മകനായ കുഞ്ഞുശങ്കരനെ ചാമക്കാരൻ വേലുപ്പിള്ള ആശാന്റെ കളരിയിൽ ചേർത്തു. പുത്തൂർ പ്രൈമറി സ്കൂളിൽ 4ാം ക്ലാസ് വരെ പഠിച്ചു. തുടർന്ന് കൊട്ടാരക്കര ഇംഗ്ലീഷ് സ്കൂളിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു. കാലത്തും വൈകുന്നേരവുമായി 22 കിലോമീറ്ററിലധികം നടന്നു സഞ്ചരിച്ചു പഠിച്ച കുഞ്ഞുശങ്കരൻ 1924 ESLC ഉന്നത നിലയിൽ പാസ്സായി. ദിവാൻ രാഘവൈര്യരുടെ ഭരണകാലത്ത് ഹൈസ്കൂൾ ഫീസ് 5 രൂപയിൽ നിന്നും 6.25 രൂപയായി വർദ്ധിപ്പിച്ചതിനെതിരെ തിരുവിതാംകൂറിലെ ആദ്യത്തെ വിദ്യാഭ്യാസ സമരം തിരുവനന്തപുരം മഹാരാജാസ് കോളേജിൽ പൊട്ടിപ്പുറപ്പെട്ടു. ഇതിനെ അടിച്ചമർത്താൻ കുതിരപ്പട്ടാളത്തെ നിയോഗിക്കപ്പെട്ടു. പട്ടാളക്കാരുടെ വിദ്യാർത്ഥി വേട്ടയിൽ പ്രതിഷേധിച്ച് കൊട്ടാരക്കരയിൽ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന ശങ്കരൻ്റെ നേതൃത്വത്തിൽ പഠിപ്പ് മുടക്കി. പ്രതിഷേധ പ്രകടനത്തിലെ മുഖ്യപ്രസംഗകൻ ശങ്കരൻ എന്ന ആർ ശങ്കർ ആയിരുന്നു. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ആദ്യ പ്രസംഗം. കൊല്ലത്തെ പേരുകേട്ട ചിട്ടി മുതലാളിയും ശങ്കറിൻ്റെ പിതൃസഹോദരനുമായിരുന്ന കണ്ടച്ചിറക്കാരൻ കൊച്ചയ്യപ്പൻ്റെ ഉദാരമനസ്കതയിൽ അദ്ദേഹത്തിന് തിരുവനന്തപുരം മഹാരാജാസ് കോളേജിൽ ബിരുദ പഠനം നടത്തുവാൻ സാധിച്ചു. 19-ാം വയസ്സിൽ ബിരുദധാരിയായി പുറത്തുവന്ന ശങ്കറിൻ്റെ ഔദ്യോഗിക ജീവിതം ശിവഗിരിയിൽ സ്വാമി തൃപ്പാദങ്ങൾ സ്ഥാപിച്ച മാതൃകാ വിദ്യാലയത്തിലെ പ്രഥമാധ്യാപകനായിട്ടായിരുന്നു. സ്കൂളിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അധ്യാപകനായിരുന്നു അദ്ദേഹം. അധ്യാപകനായിരിക്കെ ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ എഴുതി വിജയിച്ചു. എന്നാൽ മെഡിക്കൽ ടെസ്റ്റിലും ഇൻ്റർവ്യൂവിലും വിജയിക്കുവാൻ സാധിച്ചില്ല. തുടർന്ന് തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് നിയമപഠനം പൂർത്തിയാക്കി 1936 കൊല്ലം ബാറിലെ അഭിഭാഷകനായി മാറി. കൊല്ലത്തെ അഭിഭാഷക വൃത്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അവിസ്മരണീയമായ അനുഭവങ്ങളുടെ കാലമായിരുന്നു. ഉത്തരവാദ ഭരണ പ്രക്ഷോഭണത്തിൽ പങ്കെടുത്തതിന് അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചു. അതിനെ തുടർന്ന് സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ നേതാവാകാനും പിൽക്കാലത്ത് കേരള ധനകാര്യമന്ത്രിയാകുവാനും വിദ്യാഭ്യാസ മന്ത്രിയാകുവാനും ഉപമുഖ്യമന്ത്രിയാകുവാനും സർവോപരി മുഖ്യമന്ത്രിയാകുവാനും സാധിച്ചു. അദ്ദേഹത്തിൻ്റെ മഹത്വത്തെപ്പറ്റി അന്ന് ആരും വിലയിരുത്തിയില്ലെങ്കിലും ഇന്നേറെ വിലയിരുത്തി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അങ്ങനത്തെ അഭിനന്ദിക്കുകയാണ്. കാരണം ഈ രാജ്യത്ത് വിധവാ പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ തുടങ്ങിയ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് അന്ന് ഇതിനെപ്പറ്റി ഭാവന പോലും ഇല്ലാതിരുന്ന കാലത്ത് ഈദൃശ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഭരണരംഗത്ത് വരുത്തിയത് അദ്ദേഹം മന്ത്രിയായിരുന്ന കാലത്താണ്. അതോടൊപ്പം തന്നെ ഒരുപാട് ക്ഷേമ പദ്ധതികൾ ഇന്ത്യയിൽ ആദ്യമായി പാവപ്പെട്ടവർക്ക് വേണ്ടി സാമൂഹ്യക്ഷേമ പരിപാടികൾ നടപ്പാക്കാനുള്ള ദൃഢനിശ്ചയവും ദൂരക്കാഴ്ചയും കാണിച്ചത് ആർ ശങ്കറാണ്. ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന മേഖലയായി വിദ്യാഭ്യാസ പ്രവർത്തനത്തെ മാറ്റിയെടുക്കുന്നതിൽ ആർ ശങ്കർ നേതൃത്വപരമായ പങ്കുവഹിച്ചു. പിന്നോക്ക സമുദായങ്ങളുടെ അല്ലെങ്കിൽ ഇഴവ സമുദായത്തിൻ്റെ ഉയർച്ചയുടെ പാതയിലേക്ക് നയിക്കുവാൻ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കിയ മകനായ ആർ ശങ്കർ SN ട്രസ്റ്റിന് 1952 രൂപം നൽകുകയും 64 പുതിയ കോളേജുകൾക്ക് രൂപം നൽകുകയും കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കോളേജുകളും തുടങ്ങുകയുണ്ടായി. അതാണ് ഏറ്റവും പ്രധാനമായി നമ്മുടെ SNDP പ്രസ്ഥാനത്തിൻ്റെ ഒരു ഉയർച്ചയുടെ പാത എന്ന് നമുക്ക് പറയുവാൻ കഴിയും.
അദ്ദേഹം ഒരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു എങ്കിൽ ആ കോൺഗ്രസ് പ്രവർത്തനത്തിൻ്റെ അത്യുന്നത പദവിയിലേക്ക് എത്തുകയും അത് കഴിഞ്ഞ ശേഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദം വരെ അലങ്കരിക്കുവാനുള്ള ഭാഗ്യം ലഭിക്കുകയും ഈ ഭാഗ്യം ലഭിച്ച സമയമെല്ലാം സമുദായത്തിൻ്റെ ഉന്നമനം അദ്ദേഹം മറന്നുപോയില്ലായിരുന്നു. ഇന്നത്തെ രാഷ്ട്രീയ സമൂഹത്തെക്കാളും വ്യത്യസ്തമായി പറയുവാൻ കഴിയുന്ന ഏറ്റവും പ്രധാന ഒരു ഗുണം അതായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ആർ ശങ്കർ ഒരു ഡിഫറൻറ്റ് പൊളിറ്റീഷ്യനായിരുന്നു. അദ്ദേഹം എല്ലാ രംഗത്തും അദ്ദേഹത്തിൻ്റേതായ പ്രത്യേക വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഹി വാസ് എ ഡൈനാമിക് പേഴ്സണാലിറ്റി. ആദ്യമേ തന്നെ ഈ സജീവമായി രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വളരെയധികം വായിക്കുകയും വളരെയധികം അറിവ് സമ്പാദിക്കുകയും ചെയ്തു. അദ്ദേഹം ഏത് രംഗത്തെക്കുറിച്ചും ഏത് വിഷയത്തെക്കുറിച്ചും ആധികാരികമായി വളരെ രസകരമായി നല്ല കവിതകൾ ചൊല്ലി ജനങ്ങളെ മുഴുവൻ കയ്യിലെടുത്ത് പ്രസംഗിക്കാനുള്ള അസാധാരണമായ കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. കുമാരനാശാൻ്റെ കവിതകളെക്കുറിച്ചുള്ള സംവാദങ്ങളിൽ പങ്കെടുത്ത് അദ്ദേഹം തൻ്റെ അഗാധമായ പാണ്ഡിത്യം പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ കുമാരനാശാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചർ എന്ന പദവിയിലേക്ക് വളർന്നിരിക്കുന്ന ആശാൻ സ്മാരകം ഇന്നത്തെ നിലയിലെത്തിയത് എന്ന് മാത്രമല്ല, അതിനെ ഒരു യാഥാർത്ഥ്യമാക്കി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ആർ ശങ്കറാണ്. മുണ്ടശ്ശേരി മാഷ് ആശാൻ സ്മാരകം എന്ന സ്വപ്നമാക്കി നിർത്തിക്കൊണ്ട് തന്നെയാണ് അന്നത്തെ ഗവൺമെൻറ്റിൽ നിന്ന് പിരിഞ്ഞു പോയതും ആ ഗവൺമെൻറ് തന്നെ പിരിഞ്ഞു പോയതും. അതിനുശേഷം വന്ന ഗവൺമെൻറ് നിഷേധാത്മകമായ ഒരു നിലപാടാണ് ആശാൻ സ്മാരകം എന്ന് പറയുന്ന ആശയത്തോട് കാണിച്ചത്. അതിനുശേഷം വന്ന ആർ ശങ്കർ ഗവൺമെൻറ്റാണ് ആശാൻ സ്മാരകം എന്ന ആശയത്തെ സ്വാംശീകരിച്ചതും അതിനെ യാഥാർത്ഥ്യമാക്കുന്നതിന് ബഡ്ജറ്റിൽ ഫണ്ട് വകകൊള്ളിച്ചുകൊണ്ട് അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് ഈ സ്മാരക മന്ദിരം പണിതതും പിന്നെ ആശാൻ സ്മാരകം രൂപപ്പെട്ടു വന്നപ്പോൾ അതിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റായി പ്രവർത്തിച്ചതും. ആശാൻ സ്മാരകത്തിൻ്റെ ദീർഘകാല ചരിത്രത്തിനിടയിൽ ഒരു സുദീർഘമായ സുഷുപ്തി വന്നുപോയിട്ടുണ്ടെങ്കിൽ കൂടിയും ആശാൻ സ്മാരകത്തിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റായിരുന്ന ആർ ശങ്കർ ആ നിലയിൽ കുറച്ചു കാലം കൂടി തുടർന്നിരുന്നുവെങ്കിൽ ഇത് ഇന്ന് ഒരു യൂണിവേഴ്സിറ്റിയോ അതിനപ്പുറം സാംസ്കാരിക യൂണിവേഴ്സിറ്റിയോ അതിനപ്പുറമുള്ള ഒരു നിലയിലേക്ക് വളർന്ന് വരേണ്ടതായിരുന്നു. കാരണം അത്രമാത്രം വിശാലമായ സുദീർഘമായ കാഴ്ചപ്പാട് ദർശിത്വമുള്ള ഒരു വ്യക്തിത്വം ആയിരുന്നു ആർ ശങ്കറിൻ്റേത്. കോൺഗ്രസിൽ വന്നതിന് ശേഷം തന്നെ വളരെ പെട്ടെന്ന് സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ആകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതിനുശേഷമാണ് അദ്ദേഹത്തിനെ SNDP-യിലേക്ക് പാർട്ടിയുടെ അറിവോടുകൂടി പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. SNDP-യുടെ ഒരു സപ്പോർട്ട് പൂർണ്ണമായി കോൺഗ്രസിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അദ്ദേഹത്തെ SNDP-യിലേക്ക് പറഞ്ഞയക്കുകയാണ്. രാഷ്ട്രീയ രംഗത്തും സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലും ഒരുപോലെ തിളങ്ങി നിന്ന ആർ ശങ്കർ 1944 SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. SN ട്രസ്റ്റിൻ്റെ സ്ഥാപക സെക്രട്ടറി, SNDP യോഗം ജനറൽ സെക്രട്ടറി, ശ്രീനാരായണ കോളേജുകളുടെ സ്ഥാപക മാനേജർ, ശ്രീനാരായണ ധർമ്മപ്രചാരകൻ, ദിനമണി പത്രാധിപർ, ആദ്യത്തെ ഇയർ ബുക്കിൻ്റെ കമ്പൈലർ, മികച്ച വാഗ്മി, സാഹിത്യ നിരൂപകൻ, ശിവഗിരി പ്രതിഷ്ഠാ മഹോത്സവത്തിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് എന്നീ നിലകളിലെല്ലാം അദ്ദേഹം പ്രവർത്തിച്ചു. SNDP-യിൽ പോയതിനു ശേഷവും പല കോൺട്രവേഴ്സികളും ഉണ്ടായിട്ടുണ്ടെങ്കിലും അദ്ദേഹം കോൺഗ്രസിനെതിരായിട്ടുള്ള ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. അതേ അവസരത്തിൽ ശ്രീനാരായണ സന്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി പിന്നോക്ക വിഭാഗങ്ങളെയും
ഈഴവ സമുദായത്തിലുള്ളവരെയും പാവപ്പെട്ടവരെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അദ്ദേഹം ആദ്യമേ തന്നെ സ്വീകരിക്കുകയുണ്ടായി. എനിക്ക് 2 or 3 വയസ്സുള്ളപ്പോൾ എൻ്റെ ഒരു ദിവസം എൻ്റെ അച്ഛൻ പിടിച്ച് അടി തന്നു. അത് ആദ്യത്തെ അവസാനത്തെ അടിയായിരുന്നു. എന്തിനാണ് അടി തന്നത് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ അമ്മയുടെ പുറകെ നടന്നു, അച്ഛൻ എന്തിനാണ് അടച്ചത്, അച്ഛൻ എന്തിനാണ് അടിച്ചെന്ന് ചോദിച്ചാൽ അത് അവസാനം അമ്മ പറഞ്ഞു തന്നു, വീട്ടിൽ എന്നെ നോക്കുവാനായി നിർത്തിയിരുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. ആ പയ്യനെ പട്ടി എന്ന് ഞാൻ വിളിച്ചു എന്നുള്ളതാണ് എനിക്ക് അടി കിട്ടുവാനുണ്ടായ കാരണം. അപ്പോൾ ആരായാലും നമ്മളെക്കാളും മൂത്ത ആളുകളെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി വളർത്തിക്കൊണ്ട് വന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ വളർന്നത്. എല്ലാ അർത്ഥത്തിലും ശ്രീനാരായണ തത്വങ്ങൾ അതോടൊപ്പം മഹാത്മാഗാന്ധിയുടെ തത്വങ്ങളും അധിഷ്ഠിതമായി തന്നെയായിരുന്നു വീട്ടിലെ എല്ലാ കാര്യങ്ങളും മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഒരിക്കലും രാഷ്ട്രീയവും സമുദായ പ്രശ്നങ്ങളും ഒന്നും വീട്ടിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ശങ്കർ സാറിൻ്റെ ബഹുമുഖ വ്യക്തിത്വം എന്ന് പറയുന്നത് അദ്ദേഹത്തെ കേരളത്തിലെ വിദ്യാഭ്യാസ മണ്ഡലത്തിന് ഒരിക്കലും അദ്ദേഹത്തെ മറക്കാൻ കഴിയില്ല. വിദ്യാഭ്യാസ മണ്ഡലത്തിൽ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ അവസരം ഉണ്ടാക്കി കൊടുത്തത് അദ്ദേഹമാണ്. എനിക്ക് എൻ്റെ കുടുംബത്തിൽ എൻ്റെ ജ്യേഷ്ഠനടക്കമുള്ള ആളുകൾ ടെക്നിക്കൽ വിദ്യാഭ്യാസ രംഗത്തേക്ക് കടക്കാനൊക്കെ അന്ന് അവസരം ഉണ്ടാക്കിയത് ശങ്കർ സാറിൻ്റെ വിദ്യാഭ്യാസ നയമുള്ളതാണ്. അത് കേരളത്തിൽ ഇന്ന് അനുഭവിക്കുന്ന പ്രത്യേകിച്ച് പിന്നോക്ക മേഖലയിൽ നിൽക്കുന്ന പിന്നോക്ക സമുദായങ്ങളിൽപ്പെട്ട ആളുകൾ കൂടുതൽ വിദ്യാഭ്യാസം നേടുവാൻ അവസരമുണ്ടായത് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടുകൊണ്ടാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന വിദഗ്ധരായ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് 1 ലക്ഷം ഫണ്ട് രൂപീകരിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ 1 ലക്ഷം ഫണ്ട് രൂപീകരിക്കാൻ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒറ്റ ദിവസം കൊണ്ട് എല്ലാ ശാഖകളിലും തന്നെ ഈ പ്രവർത്തനം നടന്നു. 1,10,000 രൂപ ലഭിച്ചു. ആ 1,10,000 രൂപ ലഭിച്ചതാണ് കോളേജ് സ്ഥാപിക്കാനുള്ള ഒരു പ്രേരക ശക്തിയായി മാറിയത്. അദ്ദേഹം സ്ഥാപിച്ച സ്ഥാപനങ്ങളാണ് ഞാൻ ഇന്ന് തന്നെ ഭരിക്കുന്നത്. അദ്ദേഹം സമ്പാദിച്ചിരുന്ന ഭൂമികൾ, എത്രയോ ഭൂമികൾ അന്നെല്ലാം അന്നത്തെ സമ്പന്നന്മാരെ കണ്ട് അവരുടെ സമ്പത്തും അതുപോലെ സാധാരണക്കാരുടെ പങ്കാളിത്തവും ഒരുപോലെ സമുദായത്തിൽ ഒന്നിപ്പിച്ച് നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ സ്ഥാപനങ്ങളെല്ലാം സ്ഥാപിച്ചത്. ആർ ശങ്കർ എന്ന മഹാനായ നേതാവിനെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ എനിക്ക് ആദ്യം തോന്നിയിട്ടുള്ളത്